സ്വന്തം മക്കൾ അനുസരിക്കുന്നില്ല, പിന്നെ വന്ന മക്കൾ അനുസരിക്കുമോ? അവന് വരെ ചിക്കൻ. കമന്റുകാരെയൊന്നും അധികം കാണുന്നില്ല ഇപ്പം. എല്ലാവരും കമന്റ് ചെയ്ത് മടുത്തെന്ന് തോന്നുന്നു. നമ്മുടെ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, കമന്റ് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഊർക്കം വലിച്ചുറങ്ങിയ എലിക്കുട്ടിയമ്മ അതെ ഉറക്കം കഴിഞ്ഞേറ്റ് വന്നിട്ടുണ്ട് അല്ലേ? കൂർക്കം വലിച്ചുറങ്ങിയ എലിക്കുട്ടിയമ്മ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് രാവിലത്തെ കാപ്പിക്കുടി കഴിഞ്ഞുള്ള ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നിട്ടുണ്ട്. കൂർക്കം വലിച്ചുറങ്ങുമായിരുന്നു. എന്താ എലിക്കുട്ടിയമ്മ ക്ഷീണമൊക്കെ മാറിയോ? ക്ഷീണമൊക്കെ മാറിയോ? ഇച്ചിരി മുമ്പ് ഭയങ്കര ക്ഷീണമായിരുന്നല്ലോ. ഒന്ന് വൈകി കഴിഞ്ഞപ്പോ ക്ഷീണമൊക്കെ മാറി. വാ ഇവിടെ ഒന്ന് ഇരുന്നോ. അത് ശരിയാ, നമ്മുടെ ക്ഷീണം അപ്പേ പോയി അല്ലേ? അതുവരെ ക്ഷീണവും ചെറിയ രോഗങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങ് പോകും അല്ലേ? അതേന്നേ. അമ്മയുടെ ഒരു മയക്കം കഴിഞ്ഞപ്പോ അമ്മ സ്മാർട്ടായി കേട്ടോ. അമ്മ വന്നിരിക്കുവാണ് കൊച്ചു വർത്താനൊക്കെ പറയാൻ. എനിക്ക് സമയമില്ല കേട്ടോ. ഞാൻ ഇപ്പൊ തന്നെ പള്ളിയിൽ പോകേണ്ട സമയമായി. പോയിട്ട് വരാം. ഈ പത്രം നോക്കിയിട്ട് ഞാൻ പോവുക. അമ്മ പോകുന്നുണ്ടോ പള്ളിയില്? ഇല്ല പോരുന്നില്ലേ? മുടി ചോമൻ ചീവി മുടി കൊടുത്തിട്ട് ഇപ്പൊ എന്തായി? അതാ പറഞ്ഞത്. കിടന്നു കഴിയുമ്പോ അമ്മ ഇങ്ങനെയാ, ഒന്ന് മയങ്ങും പോയി എണ്ണീറ്റ് വരും. ഇങ്ങനെയാണ് അമ്മയുടെ. അപ്പൊ ആ മുടി ചീവാൻ ഒരാള് ചീപ്പുമായിട്ട് നിന്നോണം. ആ തെങ്ങ് എത്ര ദിവസമായി ജോമനെ? എത്ര നാളായി? ദിവസമല്ല നാളുകളായി പറയാൻ തുടങ്ങിയിട്ട്. ആ തെങ്ങ് വെട്ടുന്ന്. സ്വന്തം മക്കൾ അനുസരിക്കുന്നില്ല, പിന്നെ വന്ന മക്കൾ അനുസരിക്കുമോ? പിന്നെ അതേ രീതി തേങ്ങ ഉണ്ടായിട്ടാ നമ്മള് രക്ഷപ്പെടാൻ പോകുന്നത്. രക്ഷപ്പെടണ്ടായിരുന്നു. അരയ്ക്കാനെങ്കിലും കിട്ടിയാൽ മതി. അത് തേങ്ങ ഉണ്ടാവും അമ്മേ. എവിടെ ഉണ്ടാകാനാ? അതെല്ലാവർക്കും അറിയാം. അത് കണ്ണുകൊട്ടിന് പോലും അറിയാവുന്ന കാര്യമാണ്. അവന് വരെ ചിക്കൻ വന്ന തെങ്ങയിലാ തേങ്ങ ഉണ്ടാകുന്നത്. ഞാൻ ഇവിടെ വന്നപ്പം പോലെ അത് അങ്ങനെ നിൽക്കുന്നതാ. അതുകൊണ്ട് അത് വെട്ടിക്കളാം. ഇവിടെ മെഷീൻ ഇരിപ്പില്ലേ? ഞാൻ കുറെ മെഷീനൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കേട്ടോട്ടോ. എല്ലാത്തിനും ഉപയോഗിക്കാനുള്ള കുറെ മെഷീൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് അങ്ങ് വെട്ടിക്കളഞ്ഞുകൂടെ? ഇപ്പൊ മെഷീൻ എല്ലാം ബാക്കിയാവും എനിക്ക് തോന്നുന്നു. അതുകൊണ്ടുള്ള ഒരു പണികളും നടക്കുന്നില്ല. ഒരു പണിയില്ലേ? അതെന്ത് ആ മനുഷ്യർക്ക് അമ്മ നോക്കുമ്പോഴോ വന്നിരിക്കുമ്പോ ഒരു തെങ്ങ് വളഞ്ഞു നിൽക്കുക. വണ്ടി കയറി വരത്തില്ല. ആര് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ആ മണ്ണിറക്കാൻ വന്ന ടിപ്പർ അവിടെ കുടുങ്ങിപ്പോയി കേട്ടോ. വണ്ടി വലിച്ചു പോയതാ. വഴി മണ്ണിലഞ്ഞപ്പം ടിപ്പർ പൊക്കിപ്പം വലിച്ചു പോയി. അതൊരു തടസ്സായില്ലേ? അപ്പൊ അതങ്ങ് വെട്ടിക്കളഞ്ഞാ പോരാന്നോ? എന്നിട്ട് എന്തെല്ലാം പാടുപെട്ടിട്ടാണോ അത് ആ ടിപ്പറിനെ അവിടെ നിന്ന് ഇറക്കി വിട്ടേന്നറിയാവോ? ഞാനും ഇവരോട് നോക്കി ചിരിക്കുമായിരുന്നു. പറഞ്ഞ അനുസരണ ഇല്ലാത്ത ഇത് കൊണ്ടെങ്കിലും പഠിക്കണം അല്ലേ അമ്മേ? കൊണ്ടാലും പഠിക്കുകയല്ല. അത് തന്നെ. അതെ, അമ്മയുടെ അഭിപ്രായം തന്നെ എനിക്കും. നമുക്ക് രണ്ടുപേർക്കല്ലേ കൂടുതലും. അമ്മ കഴിഞ്ഞ പിന്നെ എനിക്കാ വന്നിരിക്കുന്നത് ദോഷത്തിനകത്ത്. അഭിപ്രായങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കും. കെട്ടിയവന്റെ കുറ്റം പറയാന്നൊന്നും പറഞ്ഞേക്കല്ലോ. ഇവിടെ അമ്മ മാന്റെ കുറ്റം പറയുന്നുണ്ട്. ഞാൻ അതിന്റെ കൂടെ. ഞങ്ങൾ പണ്ടുപോലെ അങ്ങനെയായിരുന്നു. അമ്മ ഞാനും ഇരുന്ന് ജോമന്റെ കുറ്റം, അമ്മ എന്റെ കൂടെ കുറ്റം മുഴുവൻ പറഞ്ഞു. ഓർമ്മയുണ്ടായിരുന്ന കാലത്ത് ഞാനും അമ്മയും തന്നെയല്ലേ. അപ്പൊ അമ്മ എന്നോട് ജോമോന്റെ കുറ്റങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു തരും. ഞാനിതെല്ലാം കേട്ട് മനപ്പാടാക്കി വെച്ചു. ഞാനും ഇങ്ങനെ നിരീക്ഷിക്കും ആളെ എങ്ങനെയുണ്ടെന്ന്. അതുപോലെ തന്നെയാ കാര്യങ്ങളെല്ലാം. പക്ഷെ അമ്മ പറഞ്ഞതിനകത്തൊരു തിരുത്തലുണ്ട് കേട്ടോ. അമ്മ പറയുമായിരുന്നു കേട്ടോ, അയ്യോ അപ്രിയ സത്യങ്ങൾ പറയരുതെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറയത്തില്ല. അതിനകത്ത് ഒരു കാര്യത്തിൽ തിരുത്തു വന്നിട്ടുണ്ട്. അമ്മ പറയുമായിരുന്നു എന്നെ നോക്കിയാലെന്ന്. എന്നെ നോക്കുന്ന ആൾക്കാർ വേറെയാണ്. പക്ഷെ അതിനകത്ത് ഒരു തിരുത്തൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. എല്ലാം ശരിയല്ലെന്ന്. മുൻവിധികളൊന്നും വേണ്ടെന്ന് ഞാൻ ഈ ഇടയ്ക്ക് ഒരാളോട് പറഞ്ഞായിരുന്നു. മുൻവിധികൾ പണ്ട് പലതും ഉണ്ടായിരുന്നു. ആ ഭാഗത്തൊന്നുമില്ലല്ലോ. ഒരു പിടി ഇതുകൊണ്ടുണ്ട് ബോധ നമ്മുടെ കുഞ്ഞിപ്പശിന് കൊടുക്കണ്ടേ? അതിന് വേണ്ടിയുള്ള ബോധയല്ലേ? ആ അരക്കെട്ട് കെട്ടി വെച്ചിട്ട് നീ മുക്കിക്കൊണ്ട് കിടന്നു. ഞാനത് അഴിച്ചപ്പോ എന്നോട് വഴക്കുണ്ടാക്കി. അമ്മയ്ക്ക് എന്നാ അറിയാവോ, ഈ നൈറ്റി ഇച്ചിരി കനക്കുറവ്, ഈ തളവ് കിടക്കുന്ന തുണിയാ. അപ്പൊ അതുകൊണ്ട് അമ്മയ്ക്ക് എന്തോ ഇല്ലാത്ത പോലെ, തുണിയില്ലാത്ത പോലെ ഒരു തോന്നലാണ്. അതുകൊണ്ടാണ് ഇപ്പൊ അതവിടെ കെട്ടി വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയാണ് അതിന്റെ നൈറ്റി. എനിക്ക് ഇഷ്ടമാ. നല്ല രസമുണ്ട്. എന്റെ സെലക്ഷനാ ഈ നൈറ്റി. ഉടുപ്പിന്റെ കാര്യം പറഞ്ഞതാ. കാശ് മുടക്കിയത് ടോമി മോനാട്ടോ. സെലക്ഷൻ എന്റേതാണ്. ഇതൊക്കെ എന്റെ വഴക്കമുള്ളതാ. ഈ തവണ വന്നപ്പോ മേടിച്ചു തന്നതാ.
പുതിയതാ. ആ ഈ തവണ വന്നപ്പോ മേടിച്ചു തന്നതാ. മുഖത്തിനൊരു പ്രസാദമൊക്കെ ആയല്ലേ. ചെരിപ്പോടെ കിടപ്പുണ്ട്. ചെരിപ്പിടുന്ന കാര്യം പിന്നെ മറന്നു നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ അങ്ങനെ നമ്മളിട്ട് കൊടുത്തോടെ ഇനി അത്രേ ഉള്ളൂ. ഫോട്ടോ പത്രമല്ലേ, വാർത്തകളാ. വായിക്കുന്നുണ്ടോ? പത്രം വായിക്കുന്നുണ്ടോ? പത്രം വായിക്കുന്നുണ്ടോ? ഇല്ലല്ലേ. ഇനി ഇരുന്നാ ശരിയായി. അതിന്റെ പൊക്കോട്ടെ, ഞാൻ പൊക്കോട്ടെ. പള്ളിയിൽ പോണം. പള്ളിയില് ജോമോനുണ്ട്, അമ്മയുടെ മകൻ ജോമോൻ. അമ്മയ്ക്ക് കൂട്ടായിട്ട് കേട്ടോ. ഞാനും വിവാനും കൂടെ പള്ളിയിൽ പോവുക. ആരാ? ഞാനും വിവാനും കൂടെ പള്ളിയിൽ പോവുക. എവിടെ പള്ളി? എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ അമ്മ എന്തി എന്ന് പറഞ്ഞാൽ ഇവിടെ അന്വേഷിച്ച് നടന്നേക്കുന്നത് കേട്ടോ. ആരന്വേഷിക്കണം? ആരന്വേഷിക്കുന്നത്? എലിക്കുട്ടിയെ മക്കൾക്ക് ആവശ്യപ്പെടുമ്പോ അവരന്വേഷിക്കും. മക്കൾക്ക് ആവശ്യപ്പെടുമ്പോ അവരന്വേഷിക്കും. ഈ തെങ്ങും പോയി എല്ലാം വെട്ടിക്കളയാനേ കൊള്ളുള്ളമ്മേ. അതിനകത്തൊന്നും ഒന്നും തേങ്ങ ഇല്ല. നമ്മള് തേങ്ങ കാശ് കൊടുത്ത് മേടിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ നാളായി. അതുകൊണ്ടൊന്നും കാര്യമില്ല. ഒന്നും കാര്യമില്ല. എന്ന് വെച്ചാൽ പറമ്പിന് തണലായി, ഇച്ചിരി വെയില് കുറയും. അതുകൊണ്ട് ഇതൊക്കെ നിർത്തിയിരിക്കുന്നതാ. ജോമനെ പ്രത്യേക രീതിയിലുള്ള തെങ്ങുകളൊക്കെ കിട്ടുന്നു. അതൊക്കെ മേടിച്ചിവിടെ കുഴിച്ചു വെക്കാൻ. 3 വർഷം 4 വർഷം സാബു ചേട്ടായി ഇവിടെ കുറെ തേങ്ങ കുഴിച്ചു വെച്ചോട്ടെ. എന്ത് കഷ്ടപ്പാട്. അപ്പൊ തേങ്ങ ഉണ്ടാകാൻ തുടങ്ങിയപ്പോ അതെല്ലാം പോയി. എന്നാ ചെള്ളു കുത്തിയതാണോ? അത് ചെല്ലാനൊക്കെയാന്ന് തോന്നുന്നു. കേടാണ് ബ്ലോക്ക് തെങ്ങെല്ലാം കേടാ. ഓരെല്ലാം ചെത്തിട്ടേന്നല്ല ഞാൻ അതും ഇല്ലല്ലോ. അയ്യോ ഈ വെയിലല്ലേ പോത്ത് നിന്നാലും കരിഞ്ഞു പോകും. നമ്മുടെ മണ്ണിൽ പോവല്ലേ നിക്കുകയല്ല. വെള്ളം കൊടുക്കണം. പോതയ്ക്ക് വെള്ളം വേണം. പോതയ്ക്ക് വെള്ളമല്ല, വളം ഇട്ടാലും നിക്കുകയല്ല. നന ചെല്ലണം. വളം നന്നായിട്ട് വേണം. നിങ്ങൾ രണ്ടുപേരും കൂടെ വർത്താനം പറയും. ഞാൻ പോട്ടെ കേട്ടോ. ഞാൻ നാരങ്ങ പിഴിഞ്ഞു വെച്ചേക്കട്ടെ. വെള്ളം കൊടുത്തോടെ. ഒത്തിരി നാളെ കൂടിയാണ് ഇപ്പം അമ്മ ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നത്. ഇന്നലെയും വന്നിരുന്നു. അല്ല കുറച്ച് നാൾ കൂടിയാണ് എലിക്കുട്ടി ഇങ്ങനെ പുറത്തു വന്ന് വെയിൽ കൊണ്ടേ വർത്താനമൊക്കെ പറഞ്ഞ് നോക്കിയിരിക്കുന്നത്. 10-15 ദിവസമായിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല. യാക്കുക്കുട്ടൻ യോഗാസനത്തിലാണല്ലോ നടക്കുന്നത്. കാലൊക്കെ പൊക്കി വെച്ച്. അതേന്നേ വണ്ടിക്ക് ഇടയ്ക്കൊക്കെ എടുത്തോണ്ട് പോകുന്നുണ്ട്. ഇടയ്ക്കേ നമുക്ക് ആവശ്യത്തിനല്ലേ എടുക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഒരു വണ്ടി ഇല്ലാതെ പറ്റും. അതുകൊണ്ടല്ലേ. വലിയ അത്യാവശ്യത്തിനൊക്കെ ഒന്ന് ദാനം മേടിക്കാൻ പോകാനോ ഒക്കെ വിളിച്ച് ആരും കിട്ടിയില്ല. എന്നാലും ഇപ്പം എല്ലാവർക്കും ഓട്ടാ. നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾ നടക്കണ്ടേ. ചക്ക പറിക്കാനോ മാങ്ങ പറിക്കാനോ തേങ്ങ പറിക്കാനോ ഒക്കെ പോകുമ്പം എടുത്തോണ്ട് പോകണം. പിന്നെ വല്ല സാധനമൊക്കെ മേടിക്കാൻ പോകണമെങ്കിൽ കൊണ്ടുപോകണ്ടേ. അതിന് വേണ്ടി ഇട്ടിക്കിടന്നേ ഉള്ളൂ. സ്ഥിര ഓട്ടമൊന്നുമില്ലല്ലോ. ഇച്ചിരി വെള്ളം കുടിച്ചാലോ? ഇച്ചിരി വെള്ളം കുടിച്ചാലോ? വെള്ളം കുടിച്ചാലോ? വെള്ളം കുടിച്ചാലോ എന്ന്. ഇച്ചിരി നാരങ്ങ വെള്ളം കുടിച്ചാലോ? അമ്മയ്ക്ക് കുടിക്കാനാ? അയ്യോ അമ്മ കുടിക്കണം. കുടിച്ചാലേ നമ്മുടെ ശരീരത്തിലുള്ള ദുഷ്ടുകളൊക്കെ ഇറങ്ങിപ്പോയി എല്ലാം ക്ലിയർ ആവുള്ളൂ. വൈറസ് ബാക്ടീരിയ എല്ലാം ഇറങ്ങിപ്പോണം. നമ്മുടെ കാപ്പിയൊക്കെ പിന്നെയും പോതല്ലോ അമ്മേ. കാപ്പിയില്ലേ? കാപ്പിയെല്ലാം പൂത്തല്ലോ. ആ കാപ്പി 2ാം വട്ടം പൂത്തും. ആദ്യത്തെ ഘട്ടത്തിലെ പറിച്ച് തീർന്നിട്ടില്ല. കാപ്പി പൂത്ത കാര്യം പറയുക. കാപ്പിച്ചെടിയേ ഉണ്ടല്ലേ, കാപ്പിച്ചെടി പൂത്ത് നിൽക്കുന്നത്. കാപ്പിച്ചെടിയെല്ലാം പൂത്ത് വന്നുകൊണ്ടിരിക്കുന്നു. മുഴുവൻ പറിച്ച് തീർന്നിട്ടുമില്ല. കുറേശ്ശെ പറിച്ച് ഉണക്കുവാണ് അമ്മയും മോനും കൂടെ. എലിക്കുട്ടി അങ്ങനെ സിറ്റ് ഔട്ടിൽ ഇന്ന് വന്ന് വിസിറ്റിങ്ങിന് ഇരിക്കുകയാണ്. അവിടെ ഇരുന്ന കേട്ടോ, വിളിച്ചാൽ മതി. ഞാനകത്ത് ഇച്ചിരി പരിപാടിയില്ല. ജ്യൂസ് ആട്ടോ. ജ്യൂസ് തണ്ണിമത്തം മേടിച്ചിട്ട് നമുക്ക് കുടിക്കും. തണ്ണിമത്തം പക്ഷെ തണ്ണിമത്തം നോക്കി എടുക്കണേ. ഇപ്പം വരുന്നേ തണ്ണിമത്തം മൂത്തിട്ടില്ല. അല്ല മറ്റേ തണ്ണിമത്തുണ്ട്. വെള്ളയില്ലേ അതുണ്ട്. അത് പച്ചര കിടപ്പുണ്ട്. 3 കിലോ 100 രൂപ. കരോട്ടെ വീട്ടിലെ അമ്മച്ചി പറഞ്ഞേ അവിടെ മേടിച്ചു പിഞ്ചായിരുന്നു. പച്ച
പച്ചയല്ല, നമ്മൾ സാധാരണ മേടിക്കുന്നതല്ല, ആ കളർ ഡിസൈൻ ഉള്ളത്, അത് വലിപ്പം ഉള്ളത്. അതുകൊണ്ട് അവരോട് മുറിച്ചിട്ട് മേടിക്കും. അവരോട് പറ പിഞ്ചാന്ന് പറ, മേടിച്ചോണ്ട് വരുന്നൊക്കെ പിഞ്ചാന്ന് പറ. നമുക്ക് അത് അവർക്കറിയാം മൂത്തത് ഏതാന്ന്, നമുക്കത് അറിയത്തില്ല. അത് കുടിച്ചോളും. ഇല്ല 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 ഒന്നുമില്ല. അമ്മക്ക് ഇടയ്ക്ക് ഉള്ളതാ, കുടിക്കുന്നതിനിടയ്ക്ക് അങ്ങനെ ചുമ. നാരങ്ങയുടെ കുരുവാ കിടപ്പുണ്ട്, അമ്മ തുപ്പിക്കളഞ്ഞ്. കൊച്ചോള് പറഞ്ഞേക്കണേ നാരങ്ങ വെള്ളമൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കൊടുത്താക്കണം എന്ന് പറഞ്ഞേക്കണേ. ഓ ഇങ്ങനെ നിർദ്ദേശങ്ങൾ തരാൻ മിടുക്കിയാണ്. അതുകൊണ്ട് ഞാൻ ഈ നിർദ്ദേശങ്ങൾ ഒത്തിരി തരുന്നവരെ, എനിക്കറിയാവുന്നവരെ, പേഴ്സണലായിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെയൊക്കെ ഞാൻ പിടിക്കുവേ. എന്റെ മകളായതുകൊണ്ട് എനിക്ക് പറയാമല്ലോ. ഇച്ചിരി കൂടെ ഉണ്ട്. ഇവിടെ ഇരുന്നോ രണ്ടുപേരും കൂടെ കേട്ടോ. അമ്മയും മകനും കൂടെ ഇവിടെ ഇരുന്നു. അമ്മ ഇവിടെ ഇരുന്ന് കാഴ്ച കണ്ടേ, ഞാനകത്ത് പോവാ. എനിക്ക് ഇല്ല അമ്മ കുറച്ചു നേരം ഇത്രയൊന്നും വായിച്ചില്ല. ആ തുണി എങ്ങനെ എടുത്തിടുവോ? അമ്മ കയറ്റി പോവാ കിടത്തിയാലേ. മയില് പോരും കൊണ്ടുപോയി പോതെ. അതെ ആ ചെത്തി അതിനി വങ്ങിപ്പോമേ. ഇനി വെയിലായോണ്ടേ, വെയിലായോണ്ട് ഇനി വങ്ങിപ്പോവും, ഉണങ്ങിപ്പോവും. വെയിലായോണ്ടേ, വെയിലല്ലേ, ഭയങ്കര വെയില് തെളിയുമല്ലേ. ആ അതെല്ലാം വങ്ങിപ്പോവും ചൂടുകൊണ്ട്. അവിടെ വെള്ളം ഇല്ലല്ലോ, വെള്ളം ഇല്ലല്ലോ, മണ്ണ് കുറവല്ലേ, പാറയല്ലേ, 1.5 അടി മണ്ണേ ഉള്ളൂ. ഇന്നാളെ മഴ പെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതെല്ലാം പോയി. ഒന്ന് ഊർജം വെച്ച് വന്നതാ. ഇനിയിപ്പോൾ അത് മുഴുവൻ കച്ചി പോലെയായി പോവും. അതുകൊണ്ട് നമുക്ക് ഉള്ളത് ചെത്തി കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ അകത്തോട്ട് പോരുന്നുണ്ടോ അപ്പം? അകത്തോട്ട് പോരുന്നുണ്ടോ? കപ്പ ഇല്ലല്ലോ അവിടെ, അവിടെ പോതല്ലേ ഉള്ളൂ. കപ്പ ഇല്ലല്ലോ നമുക്ക്. ഏത്? അത് പോതയാ, പോത നട്ടിരിക്കുന്നല്ലേ. ഇല്ലെന്നേ, അത് കപ്പയൊന്നുമല്ല, അത് കരിയാപ്പയ്ക്ക. കപ്പയല്ല അത് കേട്ടോ, അത് മുള്ളാത്ത സപ്പോർട്ടൊക്കെയാ. സപ്പോർട്ട ഇഷ്ടം പോലെ കായുണ്ടായിട്ടുണ്ട്, പക്ഷേ വാവല് ഒറ്റ എണ്ണം തരുമെന്ന് തോന്നുന്നില്ല. കുനുകൂനൊക്കെ കാണാം. ഇത്തവണ ആണ് ഏറ്റവും കൂടുതൽ കായുണ്ടായിരിക്കുന്നത്. ഞാനകത്തോണ്ട്, വിളിച്ചാൽ മതി കേട്ടോ. ഞാനകത്തുണ്ട്, വിളിച്ചാൽ മതി. ഞാൻ എവിടെ ഇരിപ്പുണ്ടെന്ന് അകത്ത്. നമ്മൾ കുറച്ച് കാഴ്ചയൊക്കെ കണ്ട് കഴിയുമ്പോഴത്തേനും വിളിച്ചേര്. പയ്യെ പോണവരൊക്കെ കണ്ടിട്ടേ വിളിച്ചേര്. അന്നേരപ്പം ഞാൻ വന്നേക്കാം. അല്ല തന്നെ കയറിപ്പോ ഒരു ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടെന്നേ. അമ്മ കുറേ നേരം തന്നെ ഇവിടെ കുത്തിയിരിക്കുമായിരുന്നു കേട്ടോ. കുത്തിയിരുന്നിട്ട് ഇപ്പോൾ വിളിച്ചാണ്. ഇവിടെ ഉണ്ടോ? അകത്തുണ്ട്. ഒരു കണ്ട് പള്ളിയിലൊക്കെ പോകാന്നല്ലോ പറഞ്ഞേ. അകത്തുണ്ട് കേട്ടോ, അകത്തുണ്ട്, അകത്തുണ്ടെന്ന്. എന്നാന്നേ? ചുമ ചെരുപ്പ് എന്തിയാ? ചെരുപ്പ് ചെരുപ്പ് എന്തിയാ? ചെരുപ്പെടുത്ത കാര്യം മറന്നു പോകണം ഇപ്പം അല്ലേ. ഇവിടെ ആളുണ്ട്, അകത്തുണ്ടല്ലോ. ഇപ്പോൾ ഒരു അരമണിക്കൂറോളം കസേര ഒറ്റയ്ക്ക് ഇരിക്കുമായിരുന്നു കേട്ടോ. ഉണ്ടോ? അകത്താളുണ്ടോ? ഒച്ച കേട്ടില്ലേ? അകത്താളുണ്ടോ? ഏതാ? ഓ അതെല്ലാം ഒന്നും വെട്ടാറായില്ല. എല്ലാം വെട്ടിയ വിലയൊന്നും കിട്ടിയില്ല. ഇച്ചിരി വില കിട്ടണ്ടേ? ഭയങ്കര വെയിലും അല്ലേ. നമ്മുടെ വണ്ടിയല്ലേ. ഇരുന്നിട്ട് നമ്മ അതൊക്കെ കയറിപ്പോന്നു. മതിയാ? മടുത്താ? ഇരുന്നിരുന്ന് മടുത്തോ? എന്നാണ് അധികം ആൾക്കാരെ കാണാനുമില്ല ഈ സമയമായുണ്ട്. രാവിലെ വൈകുന്നേരമായിരുന്നു ഇഷ്ടംപോലെ ആൾക്കാരെ കാണാനുണ്ടായിരുന്നു അമ്മയ്ക്ക്. ഇവിടെ ഉണ്ടെന്നേ, ഇവിടെ ഉണ്ട്. ഞാൻ നിൽക്കുന്നു, പിന്നെ അകത്തുണ്ട് ആള്. അത് മുറുക്കി ഉണ്ടെന്ന് ഇവിടെ മുറിയിലൊക്കെ ഉണ്ട്. അയ്യോ
ഞാൻ ഡ്രസ് മാറിയത് കൊണ്ട്. ആണോ? ആ, ചിരിയൊന്നും വന്നില്ല. അപ്പൊ ചോദിക്കും ചോദ്യം കേട്ടോ എല്ലാവരും. ഇപ്പൊ ഒരു ചോദ്യം വരും. എന്നാ എന്നാ എന്താ ഇന്ന് അങ്ങനെ ആക്കി കളഞ്ഞോ? ഇവിടെ ആരും ഇല്ലെന്ന് ചോദിച്ചാൽ നടക്കുമായിരുന്നു. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. പുറത്ത് കുറച്ചേരം കുത്തിയിരുന്നില്ലേ? സമയം പോകുമ്പോ വർത്താനം പറഞ്ഞ കുർബാന തുടങ്ങുന്നുണ്ട്. ഞാനേ വർത്താനം പറയാൻ നിക്കുന്നില്ല. പോവാ, പള്ളിയിൽ പോവാ. പള്ളിയില് അമ്മ അത് അയച്ചു കളയാമേ. അമ്മ മുന്നേ മുറുക്കി കിട്ടും അത്. നമുക്ക് പോയേക്കാം. അമ്മോനുണ്ടോ? ഇല്ല. എന്നാ ജോമോന്റെ കൂടെ ഇരുന്നു. രണ്ടുപേരും കൂടെ കൂട്ടുകൂടി ഇരിക്കും കേട്ടാ. കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിട്ടേ നിങ്ങൾ രണ്ടുപേരും കൂടെ എന്റെ കുറ്റം പറഞ്ഞോ. ഞാൻ പോവാ. കൂട്ടൊന്നും വേണ്ട. വേണ്ടല്ലേ? അതിനാ വേണ്ട. അതിനാമേ ഇതുമായിട്ട് കൂട്ടുകൂടാൻ കൊള്ളാഞ്ഞിട്ടാണോ? ഇതുമായിട്ട് കൂട്ടുകൂടാൻ കൊള്ളാഞ്ഞിട്ടാണോ? കൊള്ളിയിടാത്തത് കൊണ്ടാണോ? എന്നോട് കൂട്ടുകൂടുന്നുണ്ടോ? എല്ലാരും കൂട്ടാം. ആണോ? എന്നോടുണ്ടോ കൂട്ട്? ആണോ? ഇതിനോട് കൂട്ടുകൂടുന്നുണ്ടോ? അമ്മയുടെ മകൻ ജോമോനോട്? അമ്മയ്ക്ക് അങ്ങനെ ഇടയ്ക്ക് ഉള്ളതല്ലേ, പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്റെ സമയം ഇപ്പൊ അതാ ആ മുണ്ട് മുറുക്കി കൊടുത്തിട്ടാണ് ഇപ്പൊ കിടന്നു പോകുന്നത്. ആ തോർത്ത് വലിച്ച് ചുരുട്ടി കിട്ടുമ്പോഴാണ് ഈ ഇത് ഉണ്ടാകുന്നത്. അത് എടുത്ത് സമ്മതിക്കില്ലല്ലോ. വെള്ളം വഴക്കുണ്ടാക്കൂല്ലേ? അടിയിൽ ഇതില്ലേ, നൈറ്റി ഉണ്ടല്ലോ. പിന്നെ എന്തിനാ ഈ തോർത്ത് വട്ടം ചുറ്റിയേക്കുന്നത്? എന്നിട്ട് ഈ മുക്കുന്നത് എന്തിനായിരുന്നു? ഇത് ഊരിക്കളാ. ഈ നൈറ്റി അടിയിലുണ്ടല്ലോ, ഇത് കണ്ടില്ലേ? ഇതുണ്ടല്ലോ. പിന്നെ എന്തിനാ ഇത് ചുറ്റിയേക്കുന്നേ? ഇത് ചുറ്റിയേക്കുന്നേ തോർത്ത് ചുറ്റിയേക്കണേ. ഞാൻ പള്ളിയിൽ പോയിട്ട് വരാമേ. ഇപ്പം വരും. 1 മണിക്കൂർ കഴിയുമ്പോൾ വരും. 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് കുർബാന കഴിയും. എന്നിട്ടേ ഞാൻ വരും. പിള്ളേരോ? പിള്ളേരുണ്ട്. വിമാനുണ്ട്. ഇതാ വീട്. ഇതല്ലേ വീട്? ഇതാന്ന് എലിക്കുട്ടിയുടെ വീട്. ഈ വീട് വേറെയാണോ? അല്ലേ? ഇത് പിന്നെ ആരുടെ വീടാ? ഇതാരുടെ വീടാ? പിന്നെ എലിക്കുട്ടിയുടെ വീട് ഇത് തന്നെയാ കേട്ടോ. എലിക്കുട്ടിയമ്മ ഉറക്കമൊക്കെ കഴിഞ്ഞു. ഇടയ്ക്ക് ഏറ്റു നടന്നു. നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു. കുറച്ച് വെള്ളം കുടിച്ചു. മൂത്രമൊക്കെ കുടിച്ച് ഉന്തി വെച്ച് അമ്മ ഇച്ചിരി അകന്നായിരിക്കുന്നു. ഉന്തി വെച്ച് ഞാൻ ഇച്ചിരി ധൃതിയിലാണ്. എൻ്റെ വീട്ടിലൊന്ന് പോവുക കേട്ടോ. എൻ്റെ അമ്മ എന്നെ സഹായിക്കാൻ വിളിച്ചിരിക്കും. ഞാനൊന്ന് സഹായിക്കാൻ പറഞ്ഞു. അവിടെ വേറെ ആരും ഇല്ല. അമ്മയുടെ ഒരു ആട് ഞാൻ പറഞ്ഞതാ. അതിന്റെ വയറ് കണ്ടപ്പോഴേ പറഞ്ഞതാ. അതിങ്ങനെ ഗർഭിണിയായിട്ടിരിക്കുക. ഒരു 3-4 കുഞ്ഞുങ്ങൾ കാണും. അതിനെ വിറ്റേര്. അമ്മയ്ക്കാണെങ്കിൽ നടുവെല്ലാം തേയ്മാനായിട്ട് ഇരിക്കുന്നതാ. അതിന് അമ്മയ്ക്ക് പറ്റത്തില്ല ഇനി അതിനെ നോക്കാനൊന്നും ഞാൻ പറഞ്ഞതാ. കേട്ടില്ല. ഇപ്പൊ അവിടെ എന്തൊക്കെയോ 2 ആഴ്ച മുന്നേ അത് പ്രസവിക്കാനുള്ള പരിപാടിയിലാ. ഒന്ന് സഹായിക്കാൻ ചെല്ലാൻ പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ധൃതിയിലാട്ടോ. എന്താവൂന്നൊന്നും അറിയത്തില്ല. മക്കൾ പറയുമ്പോഴും കുറച്ചൊക്കെ അമ്മമാര് കേൾക്കണം ഇല്ലേ? ശരിയാണോ? എലിക്കുട്ടി നോക്കണം. അപ്പോൾ എലിക്കുട്ടി കഞ്ഞി നാരങ്ങ വെള്ളം കുടിച്ച് ഇച്ചിരി നേരം വർത്താനക്കാരോട് പറഞ്ഞായിരുന്നു. ഇറങ്ങി നിന്ന് അത് കഴിഞ്ഞ് പിന്നെയും പോയി കിടന്നാണ്. അപ്പോൾ ഉച്ചക്കത്തെ കഞ്ഞൂടിയാണ്. അതിനിടയ്ക്ക് ലിസി ചേച്ചി വിളിച്ചായിരുന്നു. അപ്പം അമ്മ ഉറങ്ങുമായിരുന്നു. അതുകൊണ്ട് ഞാൻ കൊടുത്തില്ല. കുറച്ച് കുടിച്ചായിരുന്നു. അതിപ്പോഴേ കിടന്ന് ഉറങ്ങുമല്ല ചോമ്മ. മുള്ളിയിട്ടൊക്കെ വന്ന് കിടന്ന അമ്മ പിന്നെ ചോറൊക്കെ കൊണ്ടുകഴിഞ്ഞ് ഒരൊറ്റ ആ കിടപ്പാൻ കിടന്നിട്ട് ഇപ്പോഴായിട്ട് വരുന്നത്. നീ ഇപ്പം വെള്ളം കൊടുത്തായിരുന്നോ? ഏതാ ഇവരേതാ? ആരാ? ആരൊക്കെയത്? ആരൊക്കെയാ? ആന്ന് പറഞ്ഞേ. എലിക്കുട്ടി ഒന്ന് പറഞ്ഞേ ആരൊക്കെയാന്ന്. പറയണം. ഇപ്പം അങ്ങ് പോയതേ ഉള്ളൂ. പോയിട്ട് കുറച്ച് ദിവസങ്ങളേ ആയുള്ളൂ. ഒന്ന് നോക്കി പറഞ്ഞേ ആരൊക്കെയാന്ന്. ഇപ്പം അറിയത്തില്ലേ? ഒന്ന് നോക്കി പറഞ്ഞേ. എന്നാലും ഉഷാറായോ? അതിനാ അവിടെ മൂടിപ്പോയി നിൽക്കണേ. ആവി വലിക്കുന്നതാണോ? അതാരാ അവിടെ ആവി വലിക്കുന്നത് ഇപ്പം? ജലദോഷം. അതേന്നേ ഇപ്പം ചൂടത്ത് ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ പോയില്ല. അതോ? എന്നാ എൻ്റെ ബെഡ്ഷീറ്റോ? അതിനത് തലയണക്ക വീനാ അല്ലേ? തലയണക്ക വീനാണോ?
എന്നാ ഞാൻ ചെറുന്ന് കിടക്കട്ടെ, എന്നിട്ട് 5 മണി ഞാൻ കേൾക്കാം. ആ നീ കിടക്കാൻ പോകണോ? പിന്നെ കൂട്ട് വന്നില്ല ഇപ്പം. കൂട്ട് വന്നല്ലേ? ഇത്രയും നേരം നല്ല സൂപ്പർ ഉറക്കമായിരുന്നു. ഉറക്കം വിളിച്ച് ഉറങ്ങിക്കൊണ്ടിരുന്നത്. ഞാനതുകൊണ്ട് വിളിച്ചേപ്പിച്ച് വെള്ളം കൊടുക്കണ്ടല്ലോ എന്ന് ഓർത്താ. കിടക്കാൻ വന്ന കിടത്തണ്ടേ? എന്നാ പറ്റിയേ? എന്നാ പറ്റിയേ? ആ അസുഖം സുഖാണോ? കണ്ണാടി ഇങ്ങനെ വെച്ചാൽ കണ്ണാടി ഇങ്ങനെ വെച്ചാൽ മതി. ഇങ്ങനെ വെച്ചാൽ കാണാൻ നല്ലതാ. ഇപ്പോഴും കണ്ണാടിയുടെ ആവശ്യമില്ല, അതുകൊണ്ടാണ്. എലിക്കുട്ടി അങ്ങനെ മയക്കമൊക്കെ കഴിഞ്ഞ് അത്താഴം കഴിക്കാനായിട്ട് ഡേറ്റ് വന്നിട്ടുണ്ട്. അത്താഴം കഴിക്കാനായിട്ട് എലിക്കുട്ടിയമ്മ വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. മയക്കമൊക്കെ കഴിഞ്ഞ് അല്ലേ? പോയി കൈ കഴിക്കോ? ആ കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട്. എലിക്കുട്ടിയുടെ സീറ്റല്ലേ? എലിക്കുട്ടിയുടെ സീറ്റ്, ഒരു പ്ലേറ്റ്, എലിക്കുട്ടിയുടെ ഗ്ലാസ്. ആ പറഞ്ഞായിരുന്നു. പോയി കൈ കഴിയിട്ട് വരൂ, വന്ന് കഴിക്കൂ. വെറും പച്ചവെള്ളം ആണോ? വെറും പച്ചവെള്ളം അല്ലേ സാറിനെ കുടിക്കണം? ചൂടുവാക്കിയ പച്ചവെള്ളം. പോയി കഴിച്ചോ, മരുന്ന് കഴിക്കാനുള്ളതാ. പോയി കഴിച്ചു. ഞങ്ങളും വരുവാ. അതെ, എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ചൂടാറി പോകുന്നിട്ട് തണുത്തെന്നൊക്കെ എന്നോട് പറയും. ചെല്ല് പോയി കഴിക്കും. കഞ്ഞി കുടിക്കണില്ലേ? കഞ്ഞി കുടിക്കണം. ഇച്ചിരി കഴിഞ്ഞേ ഉള്ളൂ. കുടിച്ചോ? ഇച്ചിരി കഴിഞ്ഞേ ഉള്ളൂ. ഇല്ല, കുടിച്ചില്ല. ഇച്ചിരി കൂടെ കഴിഞ്ഞേ ഉള്ളൂ. കുളിക്കാനൊക്കെ ഉണ്ട്. തുടങ്ങണുള്ളൂ അല്ലേ? പിന്നെ അറിയാവേ മനസ്സിനെ. വായിക്ക് രുചിയായ വിശപ്പായപ്പോ അമ്മ തന്നെ കഴിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് വിശപ്പായി രുചിയായി. ഇന്നലെ നല്ലതിലും ഇച്ചിരി കൊടുക്കാതിരിക്കാൻ പറ്റിയല്ലേ? തന്നെ കഴിക്കുന്നുണ്ടോ? എല്ലാ നേരം കഴിക്കുന്നുണ്ടല്ലോ ഭക്ഷണം ആവശ്യത്തിന്. അതാ ഞാൻ പറഞ്ഞത് തന്നെ കഴിക്കുന്നത്. ഇതിപ്പോ വയ്യാഞ്ഞിട്ടായിരുന്നു ഭക്ഷണം കഴിക്കാത്തത്. എന്നാലും നമ്മൾ നിർബന്ധിച്ച് കൊടുക്കണം. എല്ലാം ഒക്കെ കയറ്റി കൊടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ആരും അങ്ങ് കഴിക്കില്ല. വിശപ്പായി കഴിയുമ്പോൾ എനിക്ക് ഡെങ്കിപ്പനി കൊണ്ട് വന്നപ്പോ എന്നൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോലും കഴിക്കുകയോ ഛർദ്ദിക്കുക, ഇതൊക്കെയാണ് പണി. കഴിക്കാനും പറ്റിയല്ല, വായിക്കും രുചിയില്ല. അത് കഴിഞ്ഞ് കുറച്ച് പനിയും ഒതുങ്ങി കഴിഞ്ഞപ്പോ എന്നാ വിശപ്പായിരുന്നു. എലിക്കുട്ടമ്മയുടെ വ്യത്യാസങ്ങൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്യുന്നവരൊക്കെ കുറവാണ്. ഇപ്പം കമൻറ്റുകാരെ ഒന്നും അധികം കാണുന്നില്ല. ഇപ്പം എല്ലാവരും കമൻറ്റ് ചെയ്ത് മടുത്തെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ അവരെങ്ങനെ വിചാരിക്കുന്ന മറ്റുള്ളവർക്ക് വിഷമമായെങ്കിൽ എന്നായിരിക്കും, ഒന്നും ഇടാതിരിക്കുന്നതല്ലേ നല്ലത് എന്ന് വിചാരിക്കുന്നവരും ഉണ്ടാവും. നമുക്ക് അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ കാണുന്നതിന് കുഴപ്പമുണ്ട്. ജോമോൻ എങ്ങനെ ഇച്ചിരി എന്താ പറയുക, എന്നാ കേട്ടാലും ഒരു കുഴപ്പമില്ല. അവരെന്നാ വേണേലും പറഞ്ഞോട്ടെ, എനിക്കതൊന്നും ബാധകമല്ലെന്ന്. പക്ഷെ എനിക്കങ്ങനെയല്ല കേട്ടോ. എനിക്ക് നേരെ തിരിച്ചാ. എനിക്ക് എന്റെ ഉറക്കം പോലും നഷ്ടപ്പെട്ടു പോകും ചില കമന്റുകളൊക്കെ കേട്ട് കഴിയുമ്പോൾ. എല്ലാ കാര്യങ്ങളിലും നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുക, അത്രേ ഉള്ള കാര്യം. വേറെ ഒന്നുമില്ല ഇതിനകത്ത്. ഇല്ല എലിക്കുട്ടി വാ, ഏറ്റ് വാ. നീ ഏറ്റ് വന്നേ, ഒരു കാര്യമുണ്ട്. വാ, ഏറ്റ് വാ, ഏറ്റ് വാ. ഒരു സ്ഥലം വരെ പാന. വാ, ഏറ്റ് വാ. വാ, ഇങ്ങ ഏറ്റേ. നമുക്കൊരു ചെറിയ പരിപാടിയുണ്ട്. ഡേ, ഒരു ചെറിയ പരിപാടി ഉണ്ട്. വാ, നീ ഏറ്റ് വാ. ഏറ്റ് വാ, പറയാം. അയ്യോ, അമ്മയെ കൊണ്ട് പറ്റണമല്ല. ഇത് നോക്കിക്കേ, ഇതാരാ വന്നേക്കണെന്ന്. നീ വാ, ഏറ്റ് വാ.
ഏറ്റ് വാ എലിക്കുട്ടി. എനിക്ക് പറ്റിയല്ല. ഏറ്റ് വരാനേ. വിളിക്കാൻ വേണ്ട. അങ്ങനെ പറയാതെ വാ. ചെയ്യാൻ പറ്റാത്തത് ചെയ്തു, പറ്റാത്തവർ പറഞ്ഞു. അതിനൊരു കാര്യം മൂത്രം ഒഴിച്ചിട്ട് വാ. പോയി മൂത്രം ഒഴിച്ചിട്ട് വാ. നടച്ചാക്കാം പിടിക്കുകയല്ലേ. എലിക്കുട്ടി മിടുക്കിക്കുട്ടിയായി, ദേഷ്യപ്പെട്ടാണേലും മിടുക്കിക്കുട്ടിയായി മൂത്രം ഒഴിച്ചിട്ട് വന്നിട്ടുണ്ട്. ചെറുപ്പത്തിൽ അമ്മ നമ്മളെ അങ്ങനെയൊക്കെ കൊണ്ട് മൂത്രം ഒഴിപ്പിച്ചിട്ടില്ലേ, അപ്പം അതിൻ്റെയൊക്കെ ഒരു ഓർമ്മയാണ് നമുക്കുണ്ടാകേണ്ടത്. ഇത് മറ്റു രീതിയിൽ കാണുന്നവർക്ക് അങ്ങനെ വിചാരിക്കുക. നമ്മുടെ ചെറുപ്പകാലത്തിലും ഇതുപോലെയൊക്കെ തന്നെയല്ലായിരുന്നു. എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.